ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീഡാസ് ഗുഡ് റെസിപ്പീസ്. ഈ ചക്ക സീസണിൽ നമുക്ക് ഓരോരോ റെസിപ്പീസായിട്ട് ട്രൈ ചെയ്യാം. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഉള്ളൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഉള്ളെന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ചെറിയ ചക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചക്ക മുളക് ഉണ്ടാക്കാനാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ചക്കയുടെ വേവ് അനുസരിച്ച് വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ട് വേവേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. വെന്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ പല രീതിയിൽ ചക്കപ്പുഴുക്കുകൾ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് സ്നാക്കായിട്ടും കറിയായിട്ടും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നാടൻ റെസിപ്പികളിൽ നമ്മൾ ധാരാളം കറിവേപ്പില ഉപയോഗിക്കാറുണ്ടല്ലോ. ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ അരപ്പിലോട്ട് പച്ചമുളക്, കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് അരപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് പുഴുക്കായിട്ട് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂവി എടുത്താൽ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. നമ്മളത് കറിയുടെ രൂപത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരണ്ടിയത്, അതുപോലെ കുറച്ച് കുരുമുളക്, ജീരകം, കുറച്ച് കാന്താരി മുളക്, ഇത്ര ഒന്ന് ചതച്ചെടുക്കാം. വളരെ നൈസായിട്ട് അരയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു തിള വരുന്ന നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് കടുക് വറുത്ത് ഇടുന്നവരുണ്ട്. കുറച്ചുകൂടെ സ്വാദ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കറിവേപ്പിലയൊക്കെ ഇട്ടെടുക്കുന്നതാണ്. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അതോടൊപ്പം ഒരു കറിയായിട്ട് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഞാനിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് തൂവി കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ധാരാളം ചേർക്കുന്ന നല്ലൊരു രുചി കൊടുക്കും. മുളക് നമ്മൾ മസ്റ്റായിട്ടും കുരുമുളക് ചേർക്കാറുണ്ട്. ഓരോ കറികളിൽ നിന്നും മറ്റ് കറികളെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ചേർക്കുന്ന വിഭവങ്ങളുടെ അനുസരിച്ചാണ്. ഉള്ളി പോലുള്ളത് അത്ര ചേർക്കാറില്ല. കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.